ഫേസിലെ കറുത്ത പാടുകളും പിഗ്മെന്റേഷനും മാറണമെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും നിങ്ങൾ വീട്ടിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അസ്നാഷിക്. അപ്പോൾ ഈ പാക്കിന്റെ മേക്കിംഗ് വീഡിയോ നോക്കാം. അപ്പോൾ ഈ ഒരു പാക്കിന് 3 ഇൻഗ്രീഡിയൻ്റ് ആണ് ആവശ്യം. 3 ഇൻഗ്രീഡിയൻ്റ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് 3 ഇൻഗ്രീഡിയൻറ്റ് വേണം പറഞ്ഞാൽ അതിലത്തെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ആര്യവേപ്പിലയാണ്, പിന്നെ മഞ്ഞളും. ഈ രണ്ടും കൂടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അതിൽ നിന്ന് നമുക്ക് എന്നിട്ട് അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കാം. അതിലേക്ക് നമുക്ക് കടലപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ കടലപ്പൊടി ആഡ് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അരച്ച പാടെ മുഖത്തിടാം. പക്ഷേ ഈ ഇല ഇങ്ങനെ അരയാത്ത കാരണം നമ്മുടെ ഫേസിൽ അങ്ങനെ അത് പിടിച്ച് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ നീരെടുത്തിട്ട് കടലപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മഞ്ഞളുടെ കളറ് നമ്മുടെ മുഖത്ത് അധികം പിടിക്കില്ല. പിന്നെ ഓയിലി സ്കിന്നുകാരും ആക്നി ഉള്ളവർ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അവർക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഡ്രൈ സ്കിന്നുകാരും സെൻസിറ്റീവ് സ്കിന്നുകാരും ഇത് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യണതിനും നിങ്ങൾക്ക് അത്രയ്ക്കും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നുകാർ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കുക. ഓയിലി സ്കിന്നുകാർ പാച്ച് ടെസ്റ്റ് ചെയ്യണത് നല്ലതാണ്. ആര്യവേപ്പില എല്ലാവർക്കും അറിയാം, നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് നമുക്ക് മുഖത്തെ കുരു പോകാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്ന ടൈമിൽ ഈ ആര്യവേപ്പില അരച്ചത് മുഖത്തിട്ടിരുന്നു. മഞ്ഞളും അതേപോലെ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഇത് കുരുക്കൾ പോകാനും മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ഇത് യൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും. നാച്ചുറലി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസിന് വേറെ ഒരു തരത്തിലുള്ള കുഴപ്പം ഈ ഒരു പാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നീറ്റിലോ പൊളിച്ചിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് ഉപയോഗിക്കരുത്. ആര്യവേപ്പിലയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഫേസിനെ ഒന്ന് ഗ്ലോ ചെയ്യാനും ഫേസിലുള്ള കറുത്ത പാടുകളൊക്കെ ഒന്ന് കുറയ്ക്കാനും നല്ലോണം ഹെൽപ്പ് ചെയ്യും. മഞ്ഞൾ ഫേസിലെ ഇൻഫ്ലമേഷൻ കുറച്ച് നല്ലൊരു ഹെൽത്തി ഗ്ലോ തന്നെ നമ്മുടെ ഫേസിൽ കൊണ്ടുവരും. കടലപ്പൊടി ഫേസിലെ എക്സസ് ഓയിലിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ഫേസിനെ സോഫ്റ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും വെക്കും. അപ്പോൾ ഇത് 3 കൂടിയിട്ടുള്ള ഫേസ് പാക്ക് നല്ല എഫക്റ്റീവാണ്. മഞ്ഞൾ വീട്ടിലില്ലെങ്കിൽ ആയുർവേദ കടയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് എന്തായാലും നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും. ഫേസിൽ പിഗ്മെൻറ്റേഷൻ നല്ലോണം കുറയും. ഒറ്റ യൂസിൽ തന്നെ നല്ല ചേഞ്ച് വരും. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആഴ്ചയിൽ 2 വട്ടം 3 വട്ടം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ വരും. അപ്പോൾ ഈ ഒരു ആര്യവേപ്പിലയും മഞ്ഞളും കൂടി അരച്ച് ഈ ഒരു നീര് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഒരു 7 ദിവസത്തോളം. അപ്പോൾ അതിലേക്ക് കടലപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് എപ്പോഴും അരച്ച് യൂസ് ചെയ്യാൻ നമുക്ക് കുറച്ച് പാടാണല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.